എല്ലാവർക്കും ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിത ഭക്ഷണം എങ്ങനെ ഉറപ്പാക്കാം, ഭക്ഷ്യവിഷബാധ എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കേരള ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ LR ചിത്രയാണ്. സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലെയും സ്റ്റേറ്റ് TB സെൽ ഇൻ്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറിയിലെയും മൈക്രോബയോളജിസ്റ്റാണ് ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമ്മുടെ ഇന്ന് ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്ന ദിവസമാണ്. ആക്ച്വലി നമ്മൾ ഒരുപാട് ഇൻസിഡൻസ് ഓഫ് ഫുഡ് പോയ്സണിങ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾ ഈ ദിവസം ഒരു ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ആഹാരം ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ഭക്ഷ്യപദാർത്ഥങ്ങൾ എടുക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ചിന്തിക്കണം. കൃത്യമായിട്ട് ക്ലീനായിട്ടുള്ള വസ്തുക്കൾ മാത്രമേ നമ്മൾ ആഹാരം പദാർത്ഥം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവൂ. വെള്ളമായാലും അരി അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതായാലും നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. കുക്ക് ചെയ്യുമ്പോഴും കറക്റ്റായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. മോർ ദാൻ 75 ഡിഗ്രി സെൽഷ്യസ്, അതായത് 75 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കുക്ക് ചെയ്ത് അപ്പോഴേ നമ്മൾ അണുക്കളെല്ലാം ചാകുകയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നതും പരമാവധി നേരത്തെ, അതായത് വിത്തിൻ 4 hours നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഥവാ നമ്മൾ 4 മണിക്കൂറിന് ശേഷം ആഹാരം കഴിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു 4 ഡിഗ്രി സെൽഷ്യസ് 4 ഡിഗ്രി സെൽഷ്യസിനും താഴെ റെഫ്രിജറേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് ഒരു 75 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള സമയം പരമാവധി ബാക്ടീരിയ, അണുക്കൾ, വൈറസുകൾ എല്ലാം വരാനുള്ള സാധ്യതയും ആ ഫുഡ് കേടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ആഹാരം ഉണ്ടാക്കാനും അതിനുശേഷം നമ്മൾ കീപ്പ് ചെയ്ത് വെക്കാനും. ഡോക്ടർ, ഇപ്പോൾ ഭക്ഷണകാര്യത്തിൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതോടൊപ്പം ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഭക്ഷ്യസുരക്ഷ എങ്ങനെ ഉറപ്പാക്കണം, പൊതുവെ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്? നമുക്ക് ഭക്ഷ്യസുരക്ഷ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നമ്മൾ വാങ്ങുന്ന ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് വാങ്ങുന്ന പദാർത്ഥങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഈ ഫുഡ് പോയ്സണിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ടീരിയയും വൈറസും ഫംഗസും എന്നീ അസുഖങ്ങൾ മാത്രമല്ല, അതിൽ ടോക്സിൻസ്, നേരത്തെ കൂടി ഈ ആഹാരത്തിൽ ടോക്സിൻസ് പദാർത്ഥങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ഹെവി മെറ്റൽസ്, ആർസനിക് പോലുള്ള. ഇപ്പോൾ ഹെവി മെറ്റൽസ് ഒന്നും നമുക്കിവിടെ അധികം കാണുന്നില്ല. ആഫ്രിക്കയിലൊക്കെ ഹെവി മെറ്റൽ പോയ്സണിങ്ങും ഫുഡിൽ നിന്ന് തന്നെ വരാം. അപ്പോൾ അങ്ങനെയുള്ള അണുക്കളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നന്നായിട്ട് വാഷ് ചെയ്യുക. ആഹാരം ഉണ്ടാക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകി ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ഹൈ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത് കുക്ക് ചെയ്ത് നമ്മൾ പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതൽ നേരം ടെമ്പറേച്ചർ ഒരു 4 to 75 ഡിഗ്രി സെൽഷ്യസിനുള്ളിലാണെങ്കിൽ നമ്മൾ 4 മണിക്കൂറിനുള്ളിൽ തന്നെ കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടത്. ബാക്കി ഫുഡ് പോയ്സണിങ് എന്നുള്ള, അതായത് ഈ വയറിളക്ക രോഗങ്ങളോ അല്ലെങ്കിൽ ഛർദിലോ അങ്ങനെയൊക്കെ വരുന്നത് തടയാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഡോക്ടർ, നമ്മൾ ഈ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വീട്ടിലും പുറത്തും വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്? എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? നമ്മൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം കൃത്യമായിട്ട് നമ്മൾ ഫുഡ് പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യും, അല്ലാതെ നമ്മൾ വെള്ളം കുടിക്കാനും യൂസ് ചെയ്യും. അപ്പോൾ വെള്ളത്തിൽ നമുക്ക് മെജോറിറ്റി ഈ ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്ന മെജോറിറ്റി ബാക്ടീരിയയും വൈറസുകളും എല്ലാം നമുക്ക് വെള്ളത്തിലുണ്ടാവും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വൈറസ് എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് A, അതുപോലെ ബാക്ടീരിയ എന്ന് പറയുന്ന സാൽമോണല്ല, ഇതൊക്കെ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ പൊതുവിൽ വെള്ളത്തിൽ നമുക്ക് ഈ സാൽമോണല്ല, ഹെപ്പറ്റൈറ്റിസ് A ഒന്നും ഉണ്ടാവില്ല. സാധാ നോർമൽ വാട്ടറിൽ
അവ ഈ കൂടിയ അസുഖം ഉണ്ടാക്കുന്ന അണുക്കളൊന്നും കാണത്തില്ല. ചിലപ്പോൾ ഈ കോളയുടെ സാന്നിധ്യം വരാം, അത് വളരെ കുറച്ച് കണ്ടാമിനേഷനൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ എന്ത് തന്നെ ആയാലും നമ്മൾ ഈ എന്ത് വെള്ളം ഉപയോഗിച്ചാലും വെട്ടിത്തിളപ്പിച്ച വെള്ളം, അതായത് നമ്മൾ വീട്ടിൽ തന്നെ വെട്ടിത്തിളപ്പിച്ച് ഒരു 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് 2 മിനിറ്റ് വരെ വെച്ചിരുന്നാൽ മാത്രമേ ആ വെള്ളത്തിലെ അണുക്കളെല്ലാം നശിക്കുകയുള്ളൂ. അപ്പോൾ തിളച്ച് തുടങ്ങിയതിന് ശേഷം 2 മിനിറ്റെങ്കിലും ആ വെള്ളം വെട്ടിത്തിളയ്ക്കണം. എന്നാൽ മാത്രമേ വെള്ളത്തിലെ അണുക്കൾ നശിക്കുകയുള്ളൂ. ആ വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ നമുക്ക് വെട്ടിത്തിളച്ച് കഴിഞ്ഞാലും ഹൈ ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഇപ്പം സമതല പ്രദേശമല്ലാതെ ഇപ്പം പൊന്മുടി അങ്ങനെയുള്ള ഹയർ ഓൾട്ടിറ്റ്യൂഡ് സ്ഥലത്ത് പോവുകയാണെങ്കിൽ 2 മിനിറ്റ് പോരാ, 5 മിനിറ്റ് നേരം നമ്മൾ വെട്ടിത്തിളപ്പിക്കണം വെള്ളം. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് മോഹനനാണ്. ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഭക്ഷണം പുറത്തെടുത്ത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ആർസനിക്കിന്റെ കാര്യം പറഞ്ഞു. ഈ ആർസനിക്ക് ഒഴിവാക്കാൻ എന്തായാലും പ്രതിവിധി ചെയ്യേണ്ടത്, അതൊന്ന് പറഞ്ഞത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പദാർത്ഥം നമ്മൾ പുറത്തെടുത്ത് കഴിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഈ 4 മണിക്കൂർ, ഞാൻ പറഞ്ഞല്ലോ ഈ ടെമ്പറേച്ചർ, ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഫുഡ് കൂടുതൽ നേരം വെളിയിലിരുന്നാൽ, ടെമ്പറേച്ചർ കൂടിയ സമയത്താണെങ്കിൽ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ, ബാക്ടീരിയോ വൈറസോ കൂടുതലായിട്ട് ആ ആഹാരത്തിനകത്ത് വരാം. അപ്പോൾ അത് വന്നതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ, ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിനേക്കാൾ ഒരു 4 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രിഡ്ജ് 4 ഡിഗ്രി സെൽഷ്യസ്, മുകളിൽ ഫ്രീസറാണെങ്കിൽ -20 ആണ്, താഴെയാണെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഇത് തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പുറത്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് തണുപ്പ് മാറിയതിന് ശേഷം നന്നായിട്ട് ചൂടാക്കുക, റീഹീറ്റിംഗ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ ഇരിക്കുക. അഥവാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ റീഹീറ്റ് ചെയ്ത് ബാക്കി വെക്കണമെങ്കിൽ 2ആയിട്ട് തന്നെ അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതിലാദ്യത്തത് മാത്രം നമ്മളെടുത്ത് വെട്ടിത്തിളപ്പിച്ച് അപ്പം ഉപയോഗിക്കുക. അങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കേണ്ടത്. ആർസനിക് എന്ന് പറയുന്നത് ഒരു ഹെവി മെറ്റലാണ്. അപ്പം തെറോ വാഷിംഗ്, ആ ഏരിയയിൽ, ഇപ്പം ആഫ്രിക്ക പോലുള്ള ഏരിയയിൽ നമുക്ക് ആർസനിക് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പം അങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ഫുഡ് ക്രോപ്സ് ആണെങ്കിൽ നന്നായിട്ട് തെറോ വാഷിംഗ്, 2 to 3 ടൈംസ് വാഷിംഗ്, അതൊക്കെ ട്രീറ്റഡ് ആയിട്ടാണ് പുറത്തോട്ട് കിട്ടണേ. ആ ഭാഗത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, ഭക്ഷ്യവിഷബാധ ഏതെല്ലാം വിധത്തിൽ വരാം? എത്ര തരത്തിലുണ്ടത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യവിഷബാധ നമുക്ക് ടോക്സിൻസ്, പ്രീ ഫോംഡ് ടോക്സിൻസ് അല്ലെങ്കിൽ മൈക്കോടോക്സിൻ, ഈ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കൂണൊക്കെ അംശം ചെന്ന കൂണൊക്കെ കഴിച്ചു കഴിഞ്ഞാലും അതും ഒരു തരം ഫുഡ് പോയ്സണിങ് ആണ്. രണ്ടാമത്തെ തരം ഫുഡ് പോയ്സണിങ് ആണ് നമ്മൾ കൂടുതൽ കാണുന്നത്. പത്തോജനിക് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസുകൾ അല്ലെങ്കിൽ പ്രോട്ടോസോവൻസ്, അതായത് അമീബ, അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ, വൈറസ്, നമ്മുടെ ഇൻഫെക്ഷ്യസ് ഏജൻസ് ഉണ്ടാക്കുന്ന നമ്മുടെ ഭക്ഷ്യവിഷബാധ. അത് ഈ അണുക്കൾ ആഹാരത്തിൽ ഉണ്ടായതിന് ശേഷം, അപ്പോൾ അത് തന്നെ 2 തരമുണ്ട്. ഒന്ന് നേരത്തെ കൂട്ടി ആഹാരത്തിൽ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്തത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന് പറയുന്ന ഒരു തരം അണുക്കൾ. അപ്പോൾ ആ അണുക്കൾ നമ്മുടെ ആ ആഹാര പദാർത്ഥത്തിൽ, തേൻ പോലുള്ള ആഹാര പദാർത്ഥത്തിലാണ് കൂടുതൽ വരണത്. അങ്ങനെയുള്ള പദാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വയറിളക്ക രോഗങ്ങളല്ല വരുന്നത്, നമുക്ക് ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ, അതായത് നമുക്ക് പക്ഷാഘാതം, മോളിൽ നിന്ന് താഴോട്ട് കണ്ണിന് ഡ്രൂപ്പിംഗ് വരാം, പതുക്കെ പക്ഷാഘാതം പോലെ വരാം. അപ്പം അങ്ങനെ പ്രീ ഫോംഡ് ടോക്സിൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയറിൽ എത്തിയതിന് ശേഷം വയറിനകത്ത് വെച്ച് ബാക്ടീരിയ കൂടുതലായിട്ട് വന്ന് ഇൻവേസീവ് തരത്തിലും അല്ലെങ്കിൽ വയറിനകത്ത് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന വയറിളക്ക രോഗങ്ങൾ, അതും ഒരു തരം ഫുഡ് പോയ്സണിങ് ആണ്. അപ്പം ഇത്രയാണ് നമ്മൾ ശരിക്കും ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നതിനകത്തുള്ളത്. ഡോക്ടർ, ഇപ്പോൾ മഴക്കാലം കൂടിയാണ്, ഒരുപാട് അസുഖം വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ പലതരത്തിലുള്ള അസുഖത്തെ പേടിക്കുന്നതോടൊപ്പം ഇന്ന്
ഭക്ഷ്യവിഷബാധ കൂടി പേടിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, ഇന്നത്തെ ഒരു കാലാവസ്ഥ നോക്കുമ്പോൾ പുറത്തുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പുറത്തുള്ള ഭക്ഷണം നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഈ മയണൈസ് പോലുള്ള ഭക്ഷണങ്ങളാണ്. അപ്പം അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മുട്ടയൊക്കെ, എഗ്ഗ്. അപ്പോൾ നമുക്ക് ഈ പൗൾട്രി എല്ലാം പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്ന ഒരു ഭാഗമാണ്. സാൽമോണെല്ല, ടൈഫിമ്യൂറിയം. സാൽമോണെല്ല എന്ന് പറയുന്ന ഒരു ഓർഗാനിസമാണ് നമുക്ക് ടൈഫോയിഡ് ഫീവർ എന്ന് പറയുന്ന. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം കയ്പമംഗലത്തിൽ നിന്ന് ഷമീർ കൂടി ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിക്കാം. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ ഈ വെള്ളം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ 2 വർഷം മുൻപ് വരെ സ്ഥിരമായി ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 3 മിനിറ്റ് വരെ തിളപ്പിച്ചതിന് ശേഷം വെട്ടിത്തിളച്ച വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത് ചൂടറിയാൻ. പിന്നെ ഞാനൊരു ജേണലിൽ ഒരു റിപ്പോർട്ട് കണ്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള മിനറൽസ് നഷ്ടപ്പെടും, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുടിക്കരുത് എന്നുള്ളൊരു റിപ്പോർട്ട് ഞാൻ കണ്ടേ. അപ്പൊ അതിന് ശേഷം ഞാൻ സാധാ വെള്ളമാണ് ഉപയോഗിക്കുന്നത്, പച്ചവെള്ളം തന്നെ. അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ, താങ്ക് യു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഇനി എത്ര ഈ ലവണാംശങ്ങളൊന്നും തിളപ്പിച്ചാറ്റുമ്പോൾ വേണ്ട ലവണാംശങ്ങളൊന്നും പോയില്ല. വളരെ കുറച്ച് ട്രേസ് എലമെൻറ്റ്സ് എന്തെങ്കിലും പോയാലും നമുക്ക് വലിയ അസുഖങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ, അതുപോലെ ഷിജല്ല, കോളറ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വെള്ളത്തിലുണ്ടെങ്കിൽ, ഉണ്ടാവണം എന്നില്ല, പക്ഷെ ഉണ്ടെങ്കിൽ നമ്മളത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം, മിക്കവാറും മെജോറിറ്റി ആൾക്കാരിലും രോഗം വരാം. അപ്പോൾ അങ്ങനെ രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിൽ കൂടുതൽ വെട്ടിത്തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് തന്നെയാണ് നമ്മൾ സേഫ്. വൺസ് നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ലിവറിനെ ബാധിക്കാം. ലിവറിനെ ബാധിച്ച് ഒരു ശരാശരി ഒരു 70% ആൾക്കാർക്കും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും വളരെ കുറച്ച് ഒരു ലെസ് ദാൻ 5 to 2% ആൾക്കാർക്ക് അത് മീൻസ് വളരെയധികം ഒരു ഹെപ്പാറ്റിക് ഇഞ്ചുറി ഉണ്ടാക്കി മരണത്തിലേക്കൊക്കെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് തന്നെയാണ് സേഫ്. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് മയോണൈസ് കഴിക്കുമ്പോൾ എന്നൊരു വിഷയം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളും മുതിർന്നവരും ഈ മയോണൈസ് കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നുണ്ട്? നമുക്ക് ശരിക്കും മയണൈസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എഗ് മയണൈസ് ആകുമ്പോഴത്തേക്ക് അവർ എഗ്ഗിനകത്ത് ശരിക്കും ആ എഗ്ഗിൻ്റെ തൊലിപ്പുറത്ത് നമുക്കറിയാം സുഷിരങ്ങളുണ്ട്. അപ്പോൾ ഈ ചിക്കൻ്റെയൊക്കെ നമ്മുടെ ഈ പൗൾട്രിയുടെയൊക്കെ വയറിനകത്ത് നമ്മളെപ്പോലെ തന്നെ പലതരം ബാക്ടീരിയ ഉണ്ട്. അപ്പം നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന ബാക്ടീരിയ ചിലപ്പം ഈ നമ്മുടെ കോഴികൾക്ക് പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ കോഴികളുടെ വയറിനകത്ത് ഉള്ള നോർമൽ ബാക്ടീരിയ ചിലപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. അപ്പം അതിലൊരു ബാക്ടീരിയയാണ് സാൽമോണെല്ല ടൈഫിമ്യൂറിയം എന്നൊക്കെ പറയുന്ന ബാക്ടീരിയ. അപ്പോൾ ഈ ബാക്ടീരിയകളെല്ലാം നമ്മുടെ എഗ്ഗിൻ്റെ അകത്ത്, മുട്ടയുടെ അകത്ത് ചെറിയ തോതിലൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പച്ച മുട്ട യൂസ് ചെയ്ത് മയണൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നം, ഇത് തുറന്ന് വെളിയിലൊക്കെ ഒരു മോർ ദാൻ 4 hours ഇരുന്ന് കഴിഞ്ഞാൽ ഈ അതിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് ഓവർ കണ്ടാമിനേഷൻ, പ്രത്യേകിച്ച് മോർ ദാൻ ഒരു 30 degrees Celsius കൂടുതൽ, അതായത് നല്ല ഹൈ ടെമ്പറേച്ചർ, നമുക്ക് ഈ ചൂടത്തൊക്കെ ഇരുന്ന് പുറത്തിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ചൂടൊക്കെ കൂടുന്ന സമയത്ത് ആഹാരം വെളിയിരുന്നാൽ ചീത്തയാവും എന്ന് ആൾക്കാരൊക്കെ പറയുന്ന പോലെ, അതുപോലെ നമ്മൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ ഇതിൽ ബാക്ടീരിയൽ, ആ പറഞ്ഞ സാൽമോണല്ല ടൈഫിമ്യൂറിയം പോലുള്ള ബാക്ടീരിയൽ കണ്ടാമിനേഷൻ കൂടുകയും അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഈ പറയുന്ന അസുഖം, ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഛർദിൽ വരാം, നമുക്ക് വയറിളക്ക രോഗവും വരാം. അപ്പം ഛർദിലെന്ന് പറയുമ്പോൾ നമ്മൾ പ്രീഫോം ടോക്സിൻ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ചിലപ്പം വെളിയിൽ വെച്ച് തന്നെ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന ആഹാരം, അതിലൊരു എക്സാമ്പിളാണ് സ്റ്റെഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് എന്ന് പറയും. അതായത് നമ്മൾ പുറത്ത് ഈ അച്ചാറൊക്കെ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ പുറത്ത് കുറേ ദിവസം ഇരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഛർദിൽ മാത്രമേ കാണുള്ളൂ, വയറിളക്കം കാണത്തില്ല. അപ്പോൾ അതിൽ ഒരു പ്രത്യേകതരം അണുക്കൾ വരുന്നതാണ്
അത് കഴിഞ്ഞ് ഡയേറിയ നോക്കുമ്പോൾ നമ്മളെ വയറിനകത്ത് ചെന്നിട്ട് ബാക്ടീരിയകൾ പ്രവർത്തിച്ച് അല്ലെങ്കിൽ വൈറസുകൾ പ്രവർത്തിച്ച് വരുന്നതാണ് ഡയേറിയ. അപ്പോൾ ഡയേറിയ തന്നെ നമുക്ക് രണ്ടായിട്ട് പറയാം. ഒന്ന് എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ പോകുന്ന ഡയേറിയ, അത് നമ്മൾ അത്ര പേടിക്കേണ്ട, എന്നാലും പേടിക്കണം. കോളറ പോലുള്ള രോഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡയറിയൽ ഡിസീസാണ്, വെള്ളം പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രശ്നം ഡീഹൈഡ്രേഷനാണ്. നമുക്ക് ശരീരത്തിൽ നിന്നുള്ള വെള്ളം മൊത്തം പോയി ഡീഹൈഡ്രേഷനിലോട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ളവർ ശരിക്കും ORSഉം അതുപോലെ നിറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ടതൊക്കെ കുടിക്കണം. പക്ഷേ മറ്റേ അടുത്ത തരത്തിലുള്ള ഒരു അസുഖമാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഡിസെൻട്രി രോഗം എന്ന് പറയുമ്പോൾ അത് വയറിനകത്ത് നമ്മുടെ ബാക്ടീരിയയോ വൈറസോ ചെന്നിട്ട് നമ്മൾ കോശങ്ങളെ നശിപ്പിച്ച് അവിടെ നിന്ന് രക്തസ്രാവം ഉണ്ടാക്കി നമ്മൾ മലത്തിൽ കൂടി രക്തം പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ വിചാരിക്കുമോ വയറിലൊക്കെ വലിയ നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് കുറയുമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ദയവീത് അങ്ങനെ കൺസിഡർ ചെയ്യരുത്. നിങ്ങൾക്ക് വയറിളക്ക രോഗം വന്നു കഴിഞ്ഞാൽ വയറിൽ കൂടെ മലത്തിൽ കൂടെ രക്തസ്രാവം, അതുപോലെ മലം പോകുമ്പോഴുള്ള വേദന, നമ്മൾ തീവ്രമായ വേദന, അതുപോലെ തന്നെ നല്ല ഫൗൾ സ്മെൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് അപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കണം. അങ്ങനെയുള്ള ഡിസെൻട്രി കേസസ് ആണ് നമുക്ക് കൂടുതലും മരണത്തിലോട്ട് നയിക്കുന്നത്. ഷിഗല്ല എന്ന് പറയുന്ന ഒരു നൊട്ടോറിയസ്, ഒരു വളരെ പ്രശ്നക്കാരനായ ഒരു ബാക്ടീരിയയാണ്. വളരെ കുറച്ച് നമ്മുടെ വയറിൽ ചെന്നാൽ മതി. 10 മുതൽ 100 വരെയുള്ള ബാക്ടീരിയ വയറിൽ ചെന്നാൽ നമുക്ക് അസുഖം ഉണ്ടാക്കും. അത് വയറിന് മാത്രമല്ല അസുഖം ഉണ്ടാക്കുന്ന ഒരു ഇൻവേസീവ് ബാക്ടീരിയയാണ്. അത് നമ്മളെ തലേനെയും ബാധിക്കും. ഷിഗല്ല എൻസെഫലോപ്പതി, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതാണ് നമുക്ക് പ്രശ്നം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് തലയൊക്കെ ബാധിച്ച് പെട്ടെന്ന് തന്നെ മരണത്തിലോട്ട് നയിക്കാം. അപ്പോൾ ആർക്കാണോ നിങ്ങൾ അടുത്തുള്ളവർക്കായാലും ഡിസെൻട്രി പോലുള്ള രോഗങ്ങൾ, മലത്തിൽ കൂടെ രക്തം കാണുകയാണ്, നല്ല വയറുവേദന, നല്ല തീവ്രമായ പനി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ പോയി ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കണം. ആൻറ്റിബയോട്ടിക് മരുന്ന് ഡോക്ടറിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കണം. അത് ഈ ഒരു ഇതിന് മാത്രം. ഡയേറിയയ്ക്കാണെങ്കിൽ, അതായത് വെറും ലൂസായിട്ട് വെള്ളം പോലെ പോവുകയാണെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. കറക്റ്റായിട്ട് റീഹൈഡ്രേറ്റ് ചെയ്താൽ മതി. വെള്ളം ധാരാളം കുടിക്കുകയും കഞ്ഞിവെള്ളം ഉപ്പിട്ടത് കുടിക്കുകയും അതുപോലെ നാരങ്ങ വെള്ളം ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് കുടിക്കുകയും, എന്ന് വെച്ചാൽ ലവണങ്ങൾ, നമ്മളെ ശരീരത്തിൽ നിന്ന് ലവണം ഒരുപാട് പോകും. ആ ലവണങ്ങൾ നമ്മൾ റീപ്ലനിഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്നും രാജീവൻ. ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ, ഒരു സംശയം. പണ്ടൊക്കെ നമ്മൾ ഈ പഴങ്കഞ്ഞി ഉപയോഗിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് ഇപ്പോഴും നമ്മൾ ഈ തലേ ദിവസമുള്ള ചോറ് അഥവാ ബാലൻസ് വന്ന് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അത് ചൂടാക്കാതെ ഉപയോഗിക്കാൻ പ്രശ്നമുണ്ടോ? ഐഡിയലി നമ്മൾ ശരിക്കും പഴങ്കഞ്ഞി ഉപയോഗിക്കുന്നത്, നമ്മൾ തൈര് ഉപയോഗിക്കുന്നില്ലേ, അതിൻ്റെ ഒരു തൈരാണെങ്കിൽ നമ്മൾ പാല് ഉറയൊഴിച്ച് വെച്ചിട്ട്, മീൻസ് തൈരിൻ്റെ കുറച്ച് ബാക്ടീരിയ ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് അടുത്ത ദിവസം ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുപോലെ പഴങ്കഞ്ഞി നമ്മൾ അടച്ച് വെച്ചിട്ട് അടുത്ത ദിവസം ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളവും നല്ല വെള്ളവും ആ ചോറും നമ്മൾ തിളപ്പിച്ച ചോറാണ്. അപ്പം വേറെ ബാക്ടീരിയ ഒന്നും പുറത്തുനിന്നില്ല കണ്ടാമിനേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് തന്നെ വരുന്ന ബാക്ടീരിയ വരുവുള്ളൂ. ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുക്കുമ്പോൾ ഐഡിയലി നമ്മൾ പറയുന്നത് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പം ചൂടാക്കണം തന്നെയാണ്. ചൂടാക്കാതെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ വെള്ളം വെട്ടി തിളപ്പിച്ച് എടുക്കുന്നത് തന്നെയാണ് സേഫ്. മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, ആഹാരം കഴിച്ച് എത്ര സമയത്തിനുള്ളിലാണ് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത്? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു പ്രീഫോംഡ് ടോക്സിൻ ആ ആഹാരത്തിലുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ ആകുമ്പോഴത്തേനും ഛർദിൽ പോലുള്ള സിംറ്റംസ് തുടങ്ങും. നമ്മൾ വയറിനകത്ത് വന്നിട്ട് ബാക്ടീരിയൽ പ്രശ്നമാണ്. അത് അക്യൂട്ട് ഡയറിയയിൽ ഒരു 6 മണിക്കൂറിന് ശേഷമേ അതുണ്ടാവുകയുള്ളൂ, വയറിളക്ക രോഗങ്ങൾ. അപ്പം ഈ പറയുന്ന കോളറ, ഷിഗല്ല അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം നമ്മളൊരു 6 തൊട്ട് വിത്തിൻ 24 hours, 6 തൊട്ട് ഒരു ദിവസം വരെ, 6 മണിക്കൂർ തൊട്ട് ഒരു ദിവസത്തിനുള്ളിലെ സിംറ്റംസൊക്കെ വരുവുള്ളൂ. പക്ഷേ നമ്മുടെ സ്റ്റെഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് പോലുള്ളത് നേരത്തെ പ്രീഫോം ടോക്സിൻ ആണെങ്കിൽ അത് പെട്ടെന്ന് ആക്ട് ചെയ്യും.
2 മണിക്കൂറിന് ശേഷം തന്നെ നമുക്ക് ഛർദിൽ പോലുള്ള കാര്യങ്ങൾ വരും. ഡോക്ടർ, ഭക്ഷ്യവിഷബാധ എങ്ങനെയാണ് ഇത്രത്തോളം അപകടകരമായി മാറുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ വയറിളക്ക രോഗങ്ങളും ഒക്കെ പറഞ്ഞോളൂ. ബോട്ടിലിന് നമ്മൾ പറഞ്ഞു നമുക്ക് പക്ഷാഘാതം വരാം. അപ്പം അത് കാരണം എന്ന് പറഞ്ഞാൽ പല ടോക്സിൻസ് പല ഭാഗത്താണ് അഫക്റ്റ് ചെയ്യണത്. മെജോറിറ്റി ടോക്സിൻസും നമ്മളെ വയറിൽ ഇൻറ്റസ്റ്റൈന് അല്ലെങ്കിൽ ആ താഴോട്ട് കോളൻ ആ ഭാഗത്തൊക്കെയാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആ ഭാഗത്തൊക്കെയാണ് മെജോറിറ്റി ബാക്ടീരിയകളും വൈറസുകളും അഫക്റ്റ് ചെയ്യണത് ഫുഡ് പോയ്സണിങ്. പക്ഷെ ചില ഓർഗാനിസംസ് അല്ലാതെ നമ്മളെ ന്യൂറോളജിക്കൽ രീതിയിൽ ടോക്സിൻ വരാം. അതിലൊന്നാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറഞ്ഞ ടോക്സിൻ. ആ ബാക്ടീരിയ ഇൻഫെസ്റ്റ് ചെയ്ത ഫുഡ്, ആ ബാക്ടീരിയ ഉള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് പക്ഷാഘാതം. ആ പക്ഷാഘാതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് തൊട്ട് മുകളിൽ നിന്ന് താഴോട്ടാണ് നമുക്കൊരു പക്ഷാഘാതം പോലെ ഫീൽ ചെയ്യണത്. അപ്പം ഡിസെൻഡിങ് പാരാലിസിസ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ക്യാമ്പൈലോബാക്ടർ ജെജുനി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ കൂടുതലും അത് വിബ്രിയോ കോളറ, നമ്മൾ കോളറ ഉണ്ടാക്കുന്ന ബാക്ടീരിയയെ തന്നെ അടുത്തുള്ള അതുപോലെ തന്നെയുള്ള വേറൊരു ബാക്ടീരിയയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫിഷ് അതുപോലെ ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ വരുന്നതാണ് ഈ ക്യാമ്പൈലോബാക്ടർ. ഈ ക്യാമ്പൈലോബാക്ടർ എന്ന് പറയുന്നത് ഒരു ഡിസെൻട്രി, ഞാൻ നേരത്തെ പറഞ്ഞു, രക്തം മലത്തിൽ സമയക്കുറവ് കൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഗോവയിൽ നിന്ന് വീരാനാണ്. ഡോക്ടറോട് ചോദിക്കാം. ഹലോ, പറയാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ ഗോവയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് നേരത്തെ മഞ്ഞമൈസ് കഴിക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമസ്കാരം. ഈ മഞ്ഞമൈസ് എന്ന് പറഞ്ഞ സാധനങ്ങളല്ല നമ്മള് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുന്നത്. അത് വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കഴിക്കുന്നതിനകത്ത് എന്തെങ്കിലും നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ഈ ഭാവി കുട്ടികൾക്കാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. എനിക്കൊന്നും ഇഷ്ടമല്ല. വീട്ടില് മരുമക്കളും പേരെ കുട്ടികൾക്കൊക്കെ വലിയ താല്പര്യമാണ് അവരെന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ, അതിന്റെ എന്തെങ്കിലും അളവുകൾക്ക് വ്യത്യാസപ്പെടുത്തണോ എന്നുള്ള വിവരത്തിന് വേണ്ടിയാണ് വിളിച്ചത്. മനസ്സിലായി സർ. താങ്ക് യു. നമുക്ക് ആക്ച്വലി ഒരു മയണൈസ് വീട്ടിലുണ്ടാക്കുമ്പോഴും നമുക്ക് വിത്തിൻ ഒരു ടൈം പീരീഡ്, ഒരു 4 മണിക്കൂറിനുള്ളിൽ അത് കഴിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കരുത്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ 4 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് ഈ 75 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള സമയത്ത് ബാക്ടീരിയകൾ വളരാം. ഇപ്പോൾ സാൽമോണല്ലയൊക്കെ നേരത്തെ ചാകും. പക്ഷേ ചില ബാക്ടീരിയ, ഇപ്പോൾ സ്റ്റെഫിലോക്കസ് ഒക്കെ ആണെങ്കിലും 60 ഡിഗ്രി സെൽഷ്യസിന് ഒക്കെ ആകുമ്പോഴും വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരു 2 മണിക്കൂറൊക്കെ 4 മണിക്കൂറിനുള്ളിൽ കഴിച്ച് തീർത്ത് അതിനെ വാഷ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അത് കൂടുതൽ നേരം വച്ചുകൊണ്ടിരിക്കാതിരിക്കുന്നതാണ് സേഫ്. ഞാനൊന്ന് ഇടപെടുകയാണ്, നമുക്ക് സമയപരിമിതിയുണ്ട്. അപ്പോൾ ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം, സുരക്ഷിത ഭക്ഷണം എങ്ങനെ ഉറപ്പാക്കാം, ഭക്ഷ്യവിഷബാധ എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിച്ചത് കേരള ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ LR ചിത്രയാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.